ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചക്ക ഇലാടയും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇലാടയും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് റൈസ് പൗഡർ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമ്മളിങ്ങനെ കൈ കൊണ്ട് പരത്താതെ തന്നെ കൈ തൊടാതെ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഓട്ടടയും കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള അട കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 12 ചക്കച്ചുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുരുക്കെ കളഞ്ഞിട്ട് 2 ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് വേവിക്കുന്നതാണ്. ഇനി ഇത് കുക്കറിലിടുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വിസിൽ വന്നതിൻ്റെ ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും വെന്ത് കിട്ടും. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫില്ലിങ്ങിലേക്കുള്ള നാളികേരും ശർക്കരയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ശർക്കര ഞാനിവിടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അച്ച ശർക്കരയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി, പാനിൽ ഒഴിച്ചാൽ മതി. ഇതിൽ പിന്നെ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പ്രഷറൊക്കെ പോയി ഇതാ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ ഒഴിച്ചത് കറക്റ്റായിരുന്നു, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് നാളികേരമാണ് ഞാൻ ചേർക്കുന്നത്. അതും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക എന്നാണ് എപ്പോഴും നല്ലത്. ഞാൻ ശർക്കരയുടെ അളവ് പറയുന്നില്ല, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചക്കച്ചുളയുടെ മധുരത്തിനനുസരിച്ചാണ് ശർക്കരയുടെ അളവ് വേണ്ടത്. ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയ ചക്കച്ചുള അധികം മധുരം ഇല്ലാത്തതാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സീസണാണല്ലോ നാട്ടിൽ. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് മധുരവും ടേസ്റ്റൊക്കെ കുറച്ച് കുറവാകും. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ശർക്കര കുറച്ച് കൂട്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചക്കയുടെ ചുളയുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. നല്ല മധുരം ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ശർക്കര ചേർക്കേണ്ട ആവശ്യമേ വരുള്ളൂ. മധുരം കുറവാണെങ്കിൽ അത്രയും കൂടുതൽ ശർക്കര ചേർക്കണം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുകയാണ് എപ്പോഴും നല്ലത്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ അരച്ച ചക്കച്ചുള അരച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇത് ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ ആക്കിയെടുക്കണം. വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒലിച്ചു പോവും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല തിക്കായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അടയൊന്നും ഉണ്ടാക്കണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ നാളികേരത്തിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടിയിട്ട്. ഇനി ഇതിവിടെ തണുക്കാൻ വയ്ക്കുക. അപ്പോഴേക്കും ഇതിലേക്കുള്ള ആ മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയില്ലേ, അത് വറുത്ത അരിപ്പൊടി, അതാണ് എടുത്തിരിക്കുന്നത്. പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വറുത്ത അരിപ്പൊടി ആവുമ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയൊരു ബാറ്ററാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും ഒരു പണിയില്ല, നമുക്ക് ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതേപോലെ കലക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോൾ ബാറ്റർ റെഡിയായി. ഇനി ഇതുപോലെ ഇല എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇല പൊട്ടുന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ ഒന്ന് ഇല പിന്നെ ഫ്ലെയിമിൻ്റെ മീതെ കാണിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ, വാട്ടിയെടുക്കുക. ഇല ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാനിപ്പോൾ അത് ചെയ്തില്ല. അപ്പോൾ ഇതേപോലെ എന്നിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. നടുഭാഗത്ത് മാത്രമായിട്ട് പരത്തിയാൽ മതി, ഇങ്ങനെ അറ്റത്തേക്ക് പരത്തണ്ട. അങ്ങനെയാകുമ്പോൾ അത് ഒലിച്ചു പോവും. അപ്പോൾ ആ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ദോശ പരത്തുന്ന പോലെ നടുവിൽ അങ്ങനെ പരത്തിയെടുത്താലും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തത് ഒലിച്ചു പോകുന്നില്ല. നമ്മൾ ശരിക്കും നന്നായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ഒലിച്ചു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അത്ര പരിചയം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത്ര അധികം ഇങ്ങനെ സൈഡിലേക്ക് പരത്തണ്ട, കുറച്ചും കൂടി ഉള്ളിലേക്കാക്കിയിട്ട് പരത്തിയാൽ മതി. ഇപ്പം ഞാൻ ചെയ്ത അത്രയും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വെക്കുകയാണ്. ഞാൻ കുറച്ചധികം വെക്കുന്നുണ്ട്.
ഇനി ഇത് അതിൽ കാണുന്ന പോലെ മടക്കിയാൽ മതി. ഫില്ലിങ് ഇല്ലാത്ത ഭാഗം ഈ സൈഡിലോട്ട് മടക്കിയാൽ മതി, ഫില്ലിങ് ഉള്ള ഭാഗത്തോട്ട് മടക്കുക. വേണമെങ്കിൽ ഇത് ഇങ്ങനെ രണ്ട് സൈഡൊന്ന് മടക്കി കൊടുത്താൽ മതി. അത് പിന്നെ വാട്ടാത്ത ഇലയാവുക കാരണം ഇത് പൊട്ടും. നിങ്ങൾ പിന്നെ അങ്ങനെ സൈഡൊന്നും മടക്കണമെങ്കിൽ വാട്ടിയ ഇല ചെയ്യാൽ മതി. അപ്പോൾ സൈഡ് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി, അപ്പോൾ ഒട്ടും പോവൊന്നുമില്ല. ഇതല്ലെങ്കിലും ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചൂടാവുമ്പോഴേക്കും ഇത് കട്ടിയായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. കണ്ടില്ലേ, ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കിയിട്ട് നടുഭാഗം ഉള്ളിലോട്ടൊന്ന് മടക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് വാട്ടാത്ത ഇലയാവുക കാരണം ഇത് അത്ര ഉറച്ച് നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ അത് പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. ആവി വരുമ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഈ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അടിയിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിലത്തെ തട്ടിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീതി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് പുറത്തേക്ക് സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വേവിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് ഇത്. പിറ്റേ ദിവസത്തേക്ക് വെച്ചാലും ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കണ്ടല്ലേ. ഇനി സാധാരണ ഇലയുടെയും പിന്നെ അതുകൊണ്ട് തന്നെ ഓട്ട അടയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ വറുത്ത അരിപ്പൊടി എടുക്കുക. ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ പൊടി നല്ല നൈസായത് എടുക്കുക, വറുത്തത്. അത് ഒരു 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം. നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കലക്കിയ പോലെ തന്നെ മാവ് കലക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. അപ്പോൾ അത് മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് വെക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. എങ്ങാനും നിങ്ങൾ അറിയാതെ വെള്ളം കൂടിപ്പോയി അതിലേക്ക് അരിപ്പൊടി ചേർത്താൽ അങ്ങോട്ട് ശരിയാവും കേട്ടോ. അപ്പോഴേക്കും ഇതിലേക്കുള്ള ഫില്ലിങ് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കാം. ഇതിലേക്ക് കടായിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ശർക്കര ഇടുക. ഇതിൽ ശർക്കരയുടെ മധുരമൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 1.5 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ശർക്കര വെച്ചാൽ നിങ്ങൾ പാവ് കാച്ചിയിട്ട് അതിലത്തെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ആ പാവ് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ മാത്രം ഇതിലേക്ക് നാളികേരം ചേർക്കുക. ഞാൻ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുകയായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഞാൻ പൊതുവേ മധുരം നല്ല ഉപയോഗിക്കുന്ന ആളാണ്. അപ്പം മധുരം കുറച്ച് അധികം ചേർക്കാറുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർക്കുക. പിന്നെ കുറച്ച് അവൽ, ഞാനിപ്പോൾ ബ്രൗൺ അവലാണ് ചേർത്തിക്കുന്നത്, വൈറ്റ് അവലായാലും മതി. അപ്പോൾ അവൽ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഏലക്കാപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നല്ല കട്ടിയിലായിരിക്കണം. അധികം വെള്ളമൊന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒലിച്ചിറങ്ങും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ലഡു പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പരത്തി കഴിഞ്ഞാൽ കുറച്ച് ഇതിൽ ബാക്കി വരും. അത് അങ്ങനെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുകയാണ് പതിവ് സാധാരണ. അപ്പോൾ എപ്പോഴും ഞാൻ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും. വെറുതെ ഇങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതങ്ങനെ ഇല വെച്ചിട്ടുണ്ട്. ഈ ഇല ഇപ്പോൾ ഇതുപോലത്തുള്ള ഇലയാണെങ്കിൽ 2 എണ്ണാക്കിയിട്ടും ചെയ്യാം കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ആദ്യം കാണിച്ചില്ലേ അതേപോലെ തന്നെ റൗണ്ടിൽ അല്ലെങ്കിൽ നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മാത്രം മതി. സൈഡിലേക്ക് കൂടുതൽ പരത്തരുത് കേട്ടോ. നടുവിൽ മാത്രം പരത്തിയാൽ മതി. ഞാൻ തന്നെ കുറച്ച് അധികമാണ് സൈഡിലേക്ക് പരത്തിയത്, അത്രയും വേണ്ട. ഞാൻ പിന്നെ ഇതുപോലെ ഉണ്ടാക്കാറുള്ള കാരണം ഇതങ്ങനെ പുറത്തേക്ക് ഒലിച്ച് പോവുകയും ചെയ്തില്ല. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒലിച്ച് പോകണ്ട. അത് കാരണം നടുവിൽ മാത്രമായിട്ട് പരത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ മടക്കുക. ഇതിപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് പരത്തുന്നതാവുക കാരണം നിങ്ങൾക്കിത് സൈഡൊന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ പുറത്ത് പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ മടക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല ഒന്ന് വാട്ടിയിട്ടാണ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇല പൊട്ടൂട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടിയും പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഓട്ടടയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതായത് ഇതിൽ മധുരം ചേർക്കുന്നില്ല, വെറുതെ നാളികേരം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ മാവിൽ അത്യാവശ്യം ഉപ്പുണ്ടായിരിക്കണം.
പിന്നെ നിങ്ങൾക്ക് ഈ നാളികേരത്തിലും കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള നാളികേരം മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. സാധാരണ ഓട്ടട ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അത് ചീനച്ചട്ടിയിൽ വെള്ളം തളിച്ചിട്ട് ചുട്ടെടുക്കാറാണ് പതിവ് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഞാൻ സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ ഞാൻ രണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീം ചെയ്തെടുക്കാം. സാധാരണ നല്ല ഫുള്ളായിട്ട് സ്റ്റീം വന്നതിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 15-20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ശർക്കര നല്ല ഡാർക്ക് ശർക്കരയാവുക കാരണമാണ് കേട്ടോ കളർ ഇങ്ങനെ. പട നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ കൈകൊണ്ട് പരത്തിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ വളരെ സോഫ്റ്റായിട്ടുള്ള അട ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ പരത്തി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇലയിൽ നമ്മൾ പരത്തുന്ന സമയം കൊണ്ട് ഒരു 4-5 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമ്മൾ ബാറ്ററായിട്ട് ഒഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.